ഓർഡർ ക്യാൻസലായി. ദേ ആ ഓർഡർ പൊട്ടിച്ച് ഞാൻ സാധനങ്ങൾ തിരിച്ച് പുറത്തേക്ക് എടുത്തോണ്ടിരിക്കുവാണേ. നമ്മളൊരു ഗിഫ്റ്റ് ഉൾപ്പെടെ കുറച്ച് ലോട്ടസിന്റെ നെക്ലേസും ആയിട്ട് അയച്ച പാഴ്സലാണ്. അല്ല, അയക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ച പാഴ്സലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ലോട്ടസ് എടുക്കാൻ പോയപ്പോഴേക്കും അവർ ഒരാഴ്ചത്തേക്കുള്ള സാവകാശം തന്നു. ആ ഒരാഴ്ച എത്തിയിട്ടും അവരുടെ കയ്യിൽ സാധനങ്ങളില്ല. പിന്നെയും നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞു നിൽക്കുവാണ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന്. എൻ്റെ മുമ്പിൽ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത്, ഓണത്തിന് ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്, എല്ലാവരും ഓണത്തിന് വേണ്ടിയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്നാണ്. ഇനിയും നമ്മൾ ഹോൾസെയിലുകാരനെ വിളിച്ചോണ്ടിരിക്കുന്നതിനേലും നല്ലത് അങ്ങോട്ട് പോയി വേറെ ഏതെങ്കിലും കടകളിൽ സാധനം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതായിരുന്നേ. 2-3 കടകളിൽ കയറി അവിടെയൊക്കെ സാധനം തീർന്നിരിക്കുകയാണ്. പിന്നൊരു കടയിൽ കയറി ഇതേ അവിടെ നിറയെ ലോട്ടസ് ഇരിക്കുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട മോഡലല്ല ആ ലോട്ടസിനുള്ളത്. താമരകള് അടുത്തടുത്ത് വരുന്നതാണ്. പക്ഷെ നമ്മുടെ താമരകളുടെ ഇടയിൽ ഓരോരോ ചെയിൻ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവരോട് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറെ കടയിൽ പോയി തിരക്കുവാണേ. അങ്ങനെ നോക്കി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ ലോട്ടസിന്റെ മാലകള്. എന്തോരം സമാധാനമായെന്നറിയാവോ. 2 ആഴ്ചയായി നമ്മുടെ കസ്റ്റമേഴ്സ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ ഇനി അത് കൊണ്ടുവന്ന് വേഗം പൊതിഞ്ഞ് എത്രയും പെട്ടെന്ന് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നീ സന്തോഷം എങ്ങനെ ശരിയാകും? നിനക്ക് ഇതേ അടുത്ത പണി എന്ന് പറഞ്ഞിട്ട് ദൈവം ഒരു പണി കൂടെ തരുവാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആദ്യമേ വാങ്ങിച്ച ഹോൾസെയിൽ പ്രൈസിനല്ല ഇപ്പൊ സാധനം കൊടുക്കുന്നത്. നമ്മൾ ആദ്യം വാങ്ങിച്ച റേറ്റിനേലും കൂടുതലാണ് ഇപ്പൊ ഉള്ള ലോട്ടസ് മാലയ്ക്ക്. 100-200 ഓർഡറുകൾ നമുക്കുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ലാഭവും കിട്ടാത്ത അവസ്ഥയായി. ഇത്രയും നാളെ പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ച കസ്റ്റമറിനെ ഇനിയും വെയിറ്റ് ചെയ്യിക്കുക എന്നത് കുറച്ച് പാടായി തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2ഉം കൽപ്പിച്ച് അതങ്ങ് എടുത്തു കേട്ടോ. ഇത്രയൊക്കെ പരീക്ഷിച്ചില്ലേ, ദൈവം നമ്മൾ അവിടെ വെച്ച് നിർത്തി നമ്മളെ സഹായിക്കുമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ദേ കിടക്കുന്നു അടുത്ത പണി.